അതെ അതെ, പറ്റിയ ഇന്ന് നമ്മളെല്ലാരും കൂടി അച്ഛനെ നേരിൽ കണ്ടിട്ടേ പോകും. അച്ഛന്റെ മനസ്സിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കണ്ടേ? എന്നാ പിന്നെ നിങ്ങളുടെ ജോലി നടക്കട്ടെ. ആ പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഞാനേ ദാസങ്ങളുടെ അടുത്തുണ്ടാവേ. ഓക്കെ. രണ്ടാളും കൂടി അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ജോലിയില്ല. അല്ല, രഘുവേട്ടനെ വിളിച്ചോ നിങ്ങളെ? ഇപ്പൊ വിളിച്ചു വച്ചേള്ളൂ. എന്തു പറഞ്ഞു? അച്ഛന്റെ കൂടെ മഞ്ചാടിയെ തിരക്കി പോകണമായിരിക്കും രഘുവേട്ടന്. ഹേയ്, അതിന് മഞ്ചാടി എവിടെ ഉണ്ടെന്ന് രഘുവിന് അറിയില്ലല്ലോ. അവളെ കുറിച്ച് അറിവുള്ള ഒരാളെ അണ്ണന് സഹായത്തിന് കിട്ടിയിട്ടുണ്ട്. അതാരാ നിങ്ങളെ? ഇന്ദ്രൻ. ഇന്ദ്രനോ? അവനെങ്ങനെയാ വീണ്ടും അച്ഛനായിട്ട് അടുത്തത്? അണ്ണൻ എങ്ങനെ ആരോടും സ്ഥായിയായ വെറുപ്പോ വൈരാഗ്യമോ ഇല്ലല്ലോ ഇവനെയാ. ഇപ്പോ അണ്ണന്റെ മുമ്പില് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മഞ്ചാടിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. അത് ഇന്ദ്രനെ കൊണ്ട് സാധിക്കുമെങ്കിൽ ബാക്കിയെല്ലാം മറന്ന് അണ്ണൻ അവന്റെ കൂടെ പോകും. അല്ലെങ്കില് അച്ഛനിങ്ങനെ രഘുവേട്ടനെ പോലും അവഗണിച്ചുകൊണ്ട് മഞ്ചാടിയുടെ കാര്യത്തിൽ പുതിയ വഴികൾ തേടുന്നത് മൊത്തത്തിൽ എന്തെങ്കിലും സംശയമുള്ളതുകൊണ്ടായിരിക്കുമോ? സംശയമായിരിക്കണമെന്നില്ല. നമ്മളിതുവരെ മഞ്ചാടിയുടെ ബന്ധത്തെ എതിർത്തവല്ലേ. അവളുടെ കാര്യത്തില് ഇനിയൊരു സഹകരണം നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടില്ലെന്ന് അണ്ണന് തോന്നി കാണും. സംശയം ഉന്നയിക്കാൻ പോകുന്നത് ഇനി മഞ്ചാടി ആയിരിക്കും. പിന്നെ ആ സംശയം അണ്ണൻ ഏറ്റെടുത്താൽ അത് അപകടമാണ്. ഇന്ദ്രന്റെ സപ്പോർട്ടും കൂടി ആയാൽ അത് ചിലപ്പോ നമുക്കെതിരെ ഒരു അമ്പായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ദൈവമേ, പണിയാണോ? അതെ, അങ്കിൾ അവനെ വിളിച്ചായിരുന്നോ ഗൂഗിളിനെ? ഇല്ലല്ല, ഗൂഗിളിനെ ഇപ്പൊ വിളിക്കുന്നത് അപകടമാണ്. അവൻ ഇങ്ങോട്ടും വിളിക്കില്ല. അല്ല, അവനെതിരെ വല്ല അന്വേഷണം വന്നാലോ? ഏയ്, അതൊന്നും വരില്ല അവനെ. ഇനി അഥവാ വന്നാലും സുശീല വാ തുറന്നാലല്ലേ പ്രശ്നമുള്ളൂ.